CPM-ൽ പോരുമുറുകുന്നു. മന്ത്രി റിയാസ് കടകംപള്ളി സുരേന്ദ്രൻ തർക്കത്തിൽ ഇടപെട്ട CPM സെക്രട്ടേറിയറ്റിൽ മന്ത്രി റിയാസിനെതിരെ വിമർശനവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. മന്ത്രിയുടെ പ്രതികരണം അപക്വമാണ്, പരാമർശത്തിൽ ജാഗ്രത പുലർത്തിയില്ലെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. കരാറുകാരെ പറയുമ്പോൾ ചിലർക്ക് പൊള്ളും, ആ മുറിവ് ഉണങ്ങില്ല എന്നൊക്കെ റിയാസ് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടുകൂടി മുഖം രക്ഷിക്കാനെന്നുള്ള രീതിയിൽ, കാരണം ഒരു വിലയിരുത്തൽ വന്നത് കോർപ്പറേഷനെതിരെ വരെ ഒരുപക്ഷേ ഈ പരാമർശം പോകും എന്നുള്ളൊരു സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ട് കടകംപള്ളിയല്ല ഉദ്ദേശിച്ചത് എന്ന് റിയാസ് പറയുന്നു, എന്നെയല്ല റിയാസ് ഉദ്ദേശിച്ചതെന്ന് കടകംപള്ളി പറയുന്നു. രണ്ടുപേരും കൂടി നിയമസഭയിൽ സെൽഫി എടുക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. ഇന്നും പ്രത്യേകിച്ച് മന്ത്രി റിയാസ് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൻ്റെ വന്ന ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും മാധ്യമങ്ങളെ കുത്താനാണ് ഈ വിഷയം ഉപയോഗിച്ചത്. നിങ്ങൾക്ക് കുറച്ചുകൂടി കളർഫുൾ ആക്കാമല്ലോ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഈ വിഷയം അങ്ങനെ വെറുതെ പോകുന്നതല്ല. ഇവർ ഈ മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഉന്നത നേതൃത്വം ഇതിനെ വളരെ ഗൗരവത്തിൽ എടുത്തൊരു സാഹചര്യം എങ്ങനെ വിലയിരുത്തണം? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന വികസന സെമിനാറിലാണ്, തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിലാണ് റോഡ് പണി, സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെ അതിരൂക്ഷമായ ഭാഷയിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചത്. ഈ വിമർശനത്തിന് തൊട്ട് പിന്നാലെ മറുപടി നൽകിയ മന്ത്രി മുഹമ്മദ് റിയാസാണ് ചില കരാറുകാരെ തൊട്ടപ്പോൾ ചിലരുടെ കൈ പൊള്ളി, അല്ലെങ്കിൽ ചിലർക്കത് തിരിച്ചടിയായി എന്നുള്ള രീതിയിൽ പരാമർശങ്ങൾ നടത്തിയത്. അത് വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിലേക്കും പിന്നീട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിലേക്കും എത്തുകയും ചെയ്തു. വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ പാർട്ടി ഇടപെടൽ നടത്തുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതിരൂക്ഷമായ ഭാഷയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് വിമർശനം നേരിടേണ്ടി വന്നത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ നടത്തിയിരിക്കുകയാണ്. മന്ത്രി നടത്തിയത് അപക്വമായ പ്രതികരണം എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ഇത്തരത്തിലൊരു മറുപടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ വിമർശനം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നാളുകളായി തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിൽ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ആ റോഡുകൾ നവീകരണം, നിർമ്മാണം ഒക്കെ തന്നെ വൈകുന്നതിനെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ വികസന സെമിനാറിൽ കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചത്. എന്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പോകുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ അത് തൊട്ടു പിന്നാലെ ആയിരുന്നു മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ആക്രമിച്ചുകൊണ്ടുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം നടന്നു. പിന്നീട് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയും ഒപ്പം തന്നെ താൻ ഉദ്ദേശിച്ചത് കടകംപള്ളി സുരേന്ദ്രനെ അല്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ തന്നെ അല്ല ഉദ്ദേശിച്ചത് എന്നുമുള്ള രീതിയിലൊക്കെ തന്നെ പ്രതികരണം പരാമർശത്തിൽ ജാഗ്രത പുലർത്തിയില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറിയിൽ വിമർശനം വന്നു. പക്ഷേ വിമർശന വാർത്ത ശുദ്ധ അസംബന്ധമാണ് എന്നാണ് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസി കഴിഞ്ഞ മണിക്കൂറിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.